നമ്മുടെ അദാനി വിഷയത്തിൽ CPM ഇപ്പോൾ പതുക്കെ പത്തി മടക്കി എല്ലാം നിശബ്ദരായി കരക്കി കയറിയിട്ട് ഒന്നും മിണ്ടുന്നില്ല ഇപ്പോഴും, ഒന്നും മിണ്ടുന്നില്ല. നിശബ്ദത പാലിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്കാണ് ഒരു സംഭവം വരുന്നത്. ഈ അദാനിക്ക് വേണ്ടി തുറമുഖ വകുപ്പ് CPM ഘടകകക്ഷികളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയായിരുന്നു എന്നുള്ളൊരു വിവരം വരുന്നുണ്ട്. അന്ന് വാസവന് നമുക്ക് നേരത്തെ കഴിഞ്ഞ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ നമ്മുടെ കടന്നപ്പള്ളിയായിരുന്നു തുറമുഖം. അതെ, അന്ന് പക്ഷേ തുറമുഖത്തിൽ കാര്യമൊന്നും നടക്കുന്നില്ലായിരുന്നു. ഇല്ല. രണ്ടാമത് പിണറായി മന്ത്രിസഭ വന്നപ്പം പപ്പാതിയാണല്ലോ, അപ്പൊ അഹമ്മദ് തേവർബാബുവിന് തുറമുഖം കൊടുത്തു. ആദ്യം ആ ടേം കഴിഞ്ഞപ്പോൾ അടുത്ത കടന്നപ്പള്ളി വീണ്ടും മന്ത്രി വന്നപ്പോൾ അത് കൊടുത്തില്ല, തുറമുഖം കൊടുത്തു. അദ്ദേഹത്തിന് മൃഗശാലയോ പുരാവസ്തു വേറെ രജിസ്ട്രേഷൻ അങ്ങോട്ട് കൊടുത്തു, അത്രേ ഉള്ളൂ. ബാക്കി ഈ വകുപ്പെടുത്ത് VN വാസവന് കൊടുത്തു. വാസവൻ നമുക്കറിയാം പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായ ആൾ. അതെ, റൈറ്റ് ഹാൻഡ്. വാസവൻ എടുത്ത് 3-ാമത്തെ മാസം അദാനിയുമായിട്ടുള്ള വിഷയം ഒത്തുതീർന്നു. അതായത് അദാനിക്ക് ഈ സംഭവം തീരെഴുതി കൈ കൊടുത്തു. എന്നിട്ടാണ് ഈ ആശാന്മാർ ഇപ്പം കിടന്ന് ഈ ഡയലോഗ് വിടുന്നത്. മുഖ്യമന്ത്രി എന്തിനാണ് തുറമുഖ വകുപ്പ് എടുത്തത് എന്ന് ചോദിക്കുന്നത്. അതെ, അത് പിണറായിക്ക് സമയമില്ലാത്തതുകൊണ്ട് വിശ്വസ്തന് കൊടുത്തു. പിണറായി ഈ VS സർക്കാർ 2006 VS സർക്കാരിന്റെ കാലത്ത് വിജയകുമാറായിരുന്നു തുറമുഖ വകുപ്പ്. CPM കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന വകുപ്പുകളാണ്. പക്ഷെ ഇത് അപ്രധാനം എന്ന് തോന്നിച്ചിട്ടോ എന്തോ ഇതിന്റെ ഒരു സാധ്യത അറിയാതിരുന്നിട്ടോ എങ്ങാണ്ടായിരിക്കണം. അല്ല, അത് വിഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകുന്ന ഒരു വകുപ്പല്ല, ഒരു കാര്യമല്ല എന്ന് അന്ന് അവർ കരുതി. അതെ അതെ, അതാണ് കാര്യം. ആർക്കെങ്കിലും വകുപ്പ് കൊടുക്കുമ്പോൾ എന്നാ പിടിച്ചോ. നമ്മൾ റെയിൽവേ സംസ്ഥാനത്ത് റെയിൽവേ മന്ത്രി ഉണ്ടല്ലോ, ഈ റെയിൽവേ മന്ത്രിക്ക് അവിടെ എന്ത് കാര്യം? സംസ്ഥാന റെയിൽവേ അഭിനയിച്ച പോലെ സാധാരണ ഗതാഗത മന്ത്രിക്ക് തന്നെ കൊടുക്കുന്നത്, അവർക്ക് അങ്ങോട്ട് ഇന്ന് നോക്കേണ്ട കാര്യമില്ല. അതുപോലത്തെ ഒരു കാര്യമാണ് ഇതെന്നാണ് ഇവരെന്ന് കരുതിയിരുന്നത്. നാളെ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഇവർ വിചാരിച്ചില്ല. അല്ല, ഈ 2016 അതുകൊണ്ട് തന്നെയാണ് കടന്നപ്പള്ളിക്ക് ഇവർ തുറമുഖ വകുപ്പ് കൊടുത്തത്. പക്ഷേ ഈ അതിനു മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി സർക്കാർ ഇദ്ദേഹവുമായിട്ട് ധാരണയിലെത്തിയിരുന്നല്ലോ, കരാർ ഒപ്പിട്ട് മുന്നോട്ട് പോകുമായിരുന്നല്ലോ. വിഴിഞ്ഞം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പിന്നെ ഈ തീരപ്രദേശത്തെ സമരമാണ് ഇതിൻ്റെ വലിയ സമരത്തിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതയുള്ള സമരങ്ങളായിരുന്നു വരുന്നത്. ചിലതൊക്കെയെങ്കിലും അവിടുത്തെ റിസോർട്ട് മാഫിയയാണ് ഇവരെ രംഗത്തിറക്കിയത് എന്നുള്ള ഒരു ആരോപണം വ്യാപകമായി അന്ന് കടന്നിരുന്നു. റിസോർട്ടുകൾ ഇത് തുറമുഖം വരുമ്പോൾ റിസോർട്ടുകൾ പലതും ഉള്ളതിൽ മുങ്ങി പോകുന്നവർക്ക് അപകടമാവുമെന്നൊക്കെ കരുതി ഇവർ രംഗത്തിറങ്ങിയെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ പിന്നെ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ചില പരിസ്ഥിതിവാദികൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കാര്യമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ വിഴിഞ്ഞത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയതിന് ശേഷം ശംഖുമുഖത്തെ ബീച്ച് ഏതാണ്ട് ഇടിഞ്ഞുപോയി. ബീച്ച് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവിടെ ചെന്നു. ശംഖുമുഖം ബീച്ച് വളരെ മനോഹര ബീച്ചായിരുന്നു. അത് നമ്മുടെ മുതലപ്പുഴയിൽ നിരന്തരമായി ഉണ്ടാകുന്ന അവിടുത്തെ പ്രശ്നങ്ങൾ, അപകടങ്ങൾ ഉണ്ടാകുന്നത്, അതൊക്കെ ഈ വിഴിഞ്ഞ പദ്ധതി വന്നതിൻ്റെ അത് കൃത്യമായ നിർമ്മാണ പ്രവർത്തനം നടത്താത്തതിൻ്റെ പ്രത്യാഘാതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിസ്ഥിതിവാദികൾ രംഗത്തെത്തിയിരുന്നു. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ 2014 പിണറായി സർക്കാരിന്റെ കണ്ണ് ഇവിടെ പതിഞ്ഞിട്ടില്ല സത്യത്തിൽ, അല്ലേ? അതിന് സാധ്യതകൾ പൈസ അടിക്കാനുള്ള വകുപ്പുകൾ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട്. എന്നാൽ പിന്നീടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ അദാനി ഈ നിർമ്മാണത്തിൽ വീഴ്ച വരുത്തി എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു. തുറമുഖ നിർമ്മാണം 5 വർഷം വൈകിച്ച അദാനി കരാർ പ്രകാരം 911 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് 2021 സർക്കാർ ആവശ്യപ്പെട്ടു. 2021 പറയുമ്പോൾ 2-ാം പിണറായി സർക്കാർ. അതെ. അപ്പോൾ അപ്പോൾ സാമഗ്രികളുടെ ദൗർലഭ്യം, പ്രകൃതിക്ഷോഭം, ഇതൊക്കെ കാരണം, കോവിഡ്, ഇതൊക്കെ കാരണമാണ് നിർമ്മാണത്തിൽ കാലതാമസം വന്നതെന്നായിരുന്നു അദാനിയുടെ വാദം. അപ്പം എന്താണ് ഈ വീഴ്ച വരുത്തിയതിനുള്ള 911 കോടി രൂപ കുറച്ച് കിട്ടാൻ വേണ്ടി ഈ അദാനി കമ്പനി, അദാനി പോർട്സ്, അവർ സർക്കാരിനെതിരെ ഒരു ഹർജി ഫയൽ ചെയ്യുന്നുണ്ട് ഈ 2021. അപ്പോൾ ആ ഹർജി ഫയൽ ചെയ്തു. അപ്പം അതിൻ്റെ അവരുടെ ആവശ്യം നിർമ്മാണ പൂർത്തീകരണം 2024 ഡിസംബറിലേക്ക് മാറ്റണമെന്നും തുറമുഖത്തിൻ്റെ നടത്തിപ്പവകാശം 45 വർഷമാക്കണമെന്നും അങ്ങനൊരു ഇത് വെച്ചിട്ടാണ് ഇവർ ആർബിട്രേഷന് പോകുന്നത്. അപ്പോൾ ഓർത്തോണം, അദാനി എന്ത് ചോദിച്ചോ അത് രണ്ടും, അദാനി ആവശ്യപ്പെട്ട 2 കാര്യങ്ങളും 2024 സപ്ലിമെൻ്ററി കരാർ വെച്ച് അംഗീകരിച്ചു. ഉപകരാർ വെച്ച് ഇത് അംഗീകരിച്ചെന്ന് മാത്രമല്ല, അന്ന് ചടങ്ങിന് പ്രസംഗിച്ച മന്ത്രി വാസവൻ പറഞ്ഞ എന്താണ്? ഞങ്ങളുടെ പാർട്ണർ എന്നാണ്. അതെ, അദാനി ഗ്രൂപ്പ് കേരള സർക്കാരിന്റെ പാർട്ണർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. ആ പാർട്ണറെയാണ് ഇപ്പൊ ഇവർ തള്ളി കഴിഞ്ഞ പാർട്ണർ. മാത്രമല്ല, അന്ന് എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി അവിടെ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം ഇത് പരാമർശിച്ചു എന്നാണ് തോന്നുന്നത്. കേരളത്തിന്റെ മന്ത്രി ഈ പാർട്ണർ എന്ന് പറഞ്ഞത് അദ്ദേഹം പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. അത് നല്ല കാര്യമാണെന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അതൊന്നും ഇപ്പൊ അവർക്ക് ഓർമ്മയില്ല. ഇന്നസെന്റ് ഓർമ്മയില്ല. സാറേ എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞില്ലേ, അതേ അവസ്ഥയാണ്. ഇവർക്കൊന്നും ഓർമ്മയില്ല. സ്വന്തം പാർട്ണറാണ്. ഈ കരാർ ലംഘനത്തിന് പകരം കരാർ ലംഘനത്തിന് നഷ്ടപരിഹാരമായിട്ട് 219 കോടി രൂപ സംസ്ഥാന സർക്കാർ അദാനിക്കുള്ളത് തടഞ്ഞു വെച്ചു. എന്നാൽ 2028 അടുത്ത ഘട്ടം പൂർത്തീകരിച്ചാൽ ഇതിൽ 175.2 കോടി രൂപ തിരികെ കൊടുക്കാം എന്നായിരുന്നു ധാരണ.
ശേഷിച്ച 43.8 കോടി രൂപ സർക്കാർ പിഴ ചുമത്തിയതാണെന്നും പറഞ്ഞിരുന്നു. എന്നാൽ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് ആയിട്ട് സർക്കാർ നൽകേണ്ട തുകയിൽ 43.8 കോടി രൂപയുടെ കുറവ് അദാനി അനുവദിച്ചതാണെന്ന് പിന്നീട് വിശദീകരിച്ചതോടെ ഒരു പിഴയും നൽകാതെ അദാനി തല്ലി. പിഴയെന്ന് ഒരാളിനെ ഒഴിവാക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അതിനെ സംഭവിച്ചു. അതാ. അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ്, അദാനിക്ക് വേണ്ടി ഉപകരാറുണ്ടാക്കി, അദാനിക്ക് വേണ്ടി നഷ്ടപരിഹാര തുക ഒഴിവാക്കി കൊടുത്തു. ഇതെല്ലാം ചെയ്തേച്ചാണ് ഇപ്പം ഇവിടെ വന്ന് കിടന്ന് അദാനിക്കെതിരെ കള്ള സമരത്തിന് ഇവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. പക്ഷേ CPM-ലെ 3 മുതിർന്ന നേതാക്കൾ, 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ രംഗത്തിറങ്ങിയതോടെ ഇവരുടെ സകലമാന കള്ളത്തരവും പൊളിഞ്ഞു എന്നുള്ളതാണ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ കണ്ടം വഴി ഓടിക്കഴിഞ്ഞു. എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. എന്താണ് ശരിക്കും സംഭവിച്ചത്? അദാനിയെ കൊണ്ടുവന്നതും അദാനിയെ ഒക്കച്ചങ്ങായിയാക്കിയതും അദാനിക്ക് വിട്ടുവീഴ്ച ചെയ്തും ഈ കേരളത്തിന് അല്ലെങ്കിൽ സർക്കാരിന് കിട്ടേണ്ട നഷ്ടപരിഹാര തുക 911 കോടി രൂപ വേണ്ടെന്ന് വെച്ചതും, ആ 911 കോടി രൂപ വേണ്ടെന്ന് വെച്ചപ്പോൾ എത്ര കോടി രൂപ കമ്മീഷൻ പറ്റിയിട്ടുണ്ടാവും? മാത്രമല്ല ഇവരെ സകല പരിപാടിക്കും സ്പോൺസർഷിപ്പ് കൊടുക്കേണ്ടി എല്ലാം അദാനിക്ക് ചെയ്യേണ്ടി വന്നു. അദാനി നിയമപരമായിട്ടാണ് പോയത്, അത്രേ ഉള്ളൂ. അപ്പം ഇവർ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു? എനിക്ക് തോന്നുന്നു ഇവർ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് എല്ലാ ഇടനിലക്കാരുണ്ടല്ലോ. അന്ന് ഇടനിലക്കാർക്ക് ഒരു പഞ്ഞമില്ലായിരുന്നല്ലോ പിണറായി സർക്കാരിന്റെ. അപ്പൊ അവതാരങ്ങളുടെ അയ്യരുകളിയായിരുന്നു അവിടെ. ഈ തുറമുഖ വകുപ്പ് പിടിച്ചെടുത്ത് സ്വന്തം വിശ്വസ്തനായിട്ടുള്ള, അതായത് പിണറായി വിജയൻ ഇവിടുന്ന് വിദേശ പര്യടനത്തിന് പോകുമ്പോൾ ഇദ്ദേഹത്തെ വിശ്വസിച്ച് ഇദ്ദേഹത്തിന്റെ കൈ കൊടുത്തിട്ടായിരുന്നു പോകുന്നത്. വേറെ ആരെയും കൈ കൊടുക്കുകയില്ല. ഇനി എന്തെങ്കിലും പിടി വീണാലോ എന്ന് വിചാരിച്ചിട്ടാവണം, വേറെ ആർക്കും കൊടുക്കുകയില്ല, ഇദ്ദേഹത്തിന് മാത്രമേ കൊടുക്കത്തുള്ളായിരുന്നു. അതായിരുന്നു അതിന്റെ രീതി. മാത്രമല്ല ഒരു ദിവസം പിണറായി വിജയനും ഭാര്യയും മക്കളും പേരക്കുട്ടിയെല്ലാം കൂടെ അവിടുത്തെ ഡയറക്ടർ ബോർഡ് പോയിരുന്നല്ലോ. ആ മുറിയിൽ പോയിരിക്കുന്ന ഓർമ്മയില്ല. എല്ലാവരും കൂടെ അവിടെ പോയിരുന്ന് കാര്യങ്ങളൊക്കെ വിലയിരുത്തി അവർ സ്ഥിതികൾ ചർച്ച ചെയ്ത് എങ്ങനെയാണ് ഈ വിഴിഞ്ഞം തുറമുഖം കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെ. അപ്പോൾ ആ മുറിയിൽ വേറെ ആരും പ്രവേശിപ്പിക്കാൻ പാടില്ല. ഡയറക്ടർ ബോർഡ് റൂമാണെന്നുള്ളതൊന്നും മുഖ്യമന്ത്രിക്ക് ബാധകമല്ല. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിക്കും സംഘത്തിന് എവിടെയും പോയിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന പിണറായി വിജയനും സംഘവും ചേർന്നാണ് ഈ അദാനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം വഴിവിട്ട് ചെയ്തു കൊടുത്തത് എന്നുള്ളത് കാര്യം വ്യക്തമായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അദാനി പോർട്സിന് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയതിന് ശേഷം നിലവിൽ ഇപ്പോൾ വന്നിട്ട് ഇത് ഞങ്ങളുടെ കുഞ്ഞല്ല, ഞങ്ങളുടെ കുഞ്ഞ് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, ഇത് ഇവരുടെ സ്ഥിരം രീതിയാണ്. ഇത് ആദ്യം അല്ലല്ലോ. ഇത് നമ്മൾ ഇവരെല്ലാ കാര്യങ്ങളും കാണുന്നത് ഇത് തന്നെയാണല്ലോ. ഭരിക്കാൻ ഒരു നിലപാട്, പ്രതിപക്ഷത്തിരിക്കാൻ വേറെ നിലപാട്. അല്ല, സംസ്ഥാന സർക്കാർ അറിയുന്നതിന് മുമ്പ് അദാനിയുടെ നീക്കങ്ങൾ പിണറായി വിജയനും കൂട്ടരും അറിഞ്ഞല്ലോ. അങ്ങനെയാണല്ലോ ദേശാഭിമാനി ഈ വാർത്ത വന്നത്. ഇവര് വരുന്നു എം എസ് സിക്ക് ഇത് കൊടുക്കാൻ, ഉപകരാർ കൊടുക്കാൻ പോകുന്നു, അല്ല MSC ഇവർ ഓഹരി വിൽക്കാൻ പോകുന്നു എന്നുള്ളത് അങ്ങനെയാണല്ലോ ആദ്യം ദേശാഭിമാനിയിൽ വാർത്ത വരും. MSC വരും കേട്ടോ എന്നുള്ള രീതിയിലാണ്. അതെ, MSC വരും, MSC ഏറ്റെടുക്കുന്നു, ലോകോത്തര ഷിപ്പിംഗ് കമ്പനിയാണ്. MSCയുടെ ഗുണഗണങ്ങൾ, അവരുടെ വിശേഷണങ്ങളെല്ലാം ചെയ്യുന്നു. അതിന് പിന്നാലെ കരാർ ഒപ്പിട്ടപ്പോൾ പിണറായി വിജയന്റെ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലം, ദീർഘവീക്ഷണത്തിന്റെ ഫലം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തി വായ്ത്താളം അടിച്ച് 1-ാം പേജ് വാർത്ത കൊടുത്തിട്ട് അപ്പം തന്നെ അത് മുക്കിയ ടീമുകളാണ് എന്ന് അപ്പം തന്നെ നാട്ടുകാർക്ക് മനസ്സിലായി എന്താണ് ഇതിനകത്ത്. അദാനി ഇന്നലെ വന്ന സതീശനും കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാകുമെന്ന് പോലും ഒരു പ്രതീക്ഷയില്ല. കോൺഗ്രസിലെ വലിയ ദീർഘകാല യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയാണ്. അപ്പൊ അതിനു മുമ്പ് സതീശൻ എങ്ങാണ്ട് പോയെന്നും പറഞ്ഞ് ഉടനെ സതീശനെ അന്നേ മുഖ്യമന്ത്രിയായി കണ്ടുകൊണ്ട് ചെയ്തു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്താണെങ്കിലും ഈ CPM-ന്റെ ഇരട്ടത്താപ്പും കള്ളത്തരവും വ്യക്തമായി വെളിയിൽ വന്നിരിക്കുന്നു. തുറമുഖ വകുപ്പ് ഏറ്റെടുത്ത അടക്കം, അദാനിക്കുള്ള പിഴ കുറച്ചു കൊടുത്ത അടക്കം എല്ലാ കാര്യങ്ങളും മൊത്തം കച്ചവടമാക്കിയിട്ട് തന്നെയാണ് പോയത്.